ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്, ഏത് രീതിയിലാണ് പ്രൈസിന് മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കുന്നതായിരിക്കും. സോ അതെന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്, ഹൈറക്റ്റ് ആണ്. ജോലി തേടിയുള്ള അലച്ചിൽ എത്രത്തോളം ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നറിയാലോ. നിങ്ങളൊരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ ഈ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ജോലി കിട്ടാതെയുള്ള വിഷമവും ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളായിരിക്കും ഭൂരിഭാഗം ആളുകളും. ശരിയായിട്ടുള്ള സ്കിൽ ഉണ്ടായിട്ടും ശരിയായിട്ടുള്ള ഒരു ജോലി കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും വിഷമിക്കേണ്ട. ഹൈറക്റ്റ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലി കണ്ടെത്താനായിട്ട് സാധിക്കും. ഹൈറക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഹയറിംഗ് പ്ലാറ്റ്ഫോമാണ്. കമ്പനികളുടെ ടീം ലീഡേഴ്സുമായിട്ടും HR മാനേജേഴ്സുമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാനും ജോലി നേടിയെടുക്കാനും സാധിക്കും. ഇവിടെ ഒരു മിഡിൽമാൻ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെയും ആ ഒരു HR മാനേജേഴ്സിൻ്റെയും ഒന്നും ഇടയിൽ ഒരു മിഡിൽമാൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ ഏകദേശം 1.5 ലക്ഷം കമ്പനികൾ സൈൻഡ് അപ്പ് ആണ്. സോ ഒട്ടും തന്നെ സമയം കളയാതെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഈ ആപ്പിൻ്റെ AI അൽഗോരിതം റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളുമായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിനെ ഓട്ടോമാറ്റിക്കായി മാച്ച് ചെയ്യിക്കുന്നതായിരിക്കും. ആൻഡ് പ്രൈവസിയെ പറ്റി ഒട്ടും തന്നെ പേടിക്കേണ്ട. നിങ്ങളുടെ അനുവാദമില്ലാതെ റിക്രൂട്ടേഴ്സിന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒരിക്കലും കൊടുക്കുന്നതല്ല. സോ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി സ്വന്തമാക്കുക. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഞാൻ 2 ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് ആണ്. ആൻഡ് വൈറ്റ് ലൈൻ എന്ന് പറയുന്നത് 300 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് ആണ്. ഈ 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജിൻ്റെയും 300 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജിൻ്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ബിറ്റ്കോയിൻ്റെ പാസ്റ്റ് പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനിൽ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള 2 ലൈൻസ് ആണ് അല്ലെങ്കിൽ 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജും 300 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജും. എപ്പോഴൊക്കെ ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജിനെ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ ദെൻ അവിടെ ഒരു സപ്പോർട്ടായിട്ട് പിന്നീട് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു 300 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് ആണ്. നമുക്കിതാ ഈ ഒരു 2018 അല്ലെങ്കിൽ 2020 സമയത്ത് ഈ ഒരു മാർക്കറ്റ് ക്രാഷ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നീട് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു 300 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് ആണ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു 2022 ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാർക്കറ്റ് ക്രാഷ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് പ്രൈസോട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അടുത്തതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 300 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള ഒരു 17K എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 17K മുതൽ ഒരു 19K വരെയുള്ള ഒരു ഏരിയ ആണ് നമുക്കിവിടെ ഒരു ബോട്ടമായിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഏരിയയിലേക്ക് തന്നെ പ്രൈസ് വീണ്ടും ഇറങ്ങി വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഈ 200 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജും 300 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മാത്രമല്ല നമുക്കിവിടെ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലാണ് നമുക്ക് ബിറ്റ്കോയിൻ കാണാൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്രൈസ് ഇവിടെ നിന്ന് ഈ ഒരു ബോട്ടം ഏരിയയിലേക്ക് തന്നെ അതായത് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോവർ ലോ ഏരിയയിലേക്ക് തന്നെ പ്രൈസ് ഇറങ്ങി വരാനും ദെൻ അവിടെ നിന്നായിരിക്കും നമുക്ക് ഏത് രീതിയിലുള്ള ഒരു ട്രെൻഡ് ഡയറക്ഷനാണ് ഇനി ബിറ്റ്കോയിൻ കാഴ്ചവെക്കാനായിട്ട് പോകുന്നത് നമുക്ക് പറഞ്ഞിട്ട് പറ്റുള്ളൂ. ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്കാണോ അതോ ഈ ഒരു ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ പ്രൈസ് വന്നതിന് ശേഷമാണ് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ കാര്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ട് പറയാവുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പ്രൈസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഞാനൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാനിവിടേക്ക് ഈ ഒരു ട്രെൻഡ് ബേസ്ഡ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റുള്ള അപ്ലൈ ചെയ്യുകയാണ്. ഈ ഒരു ഹൈയിൽ നിന്നും ഈ രീതിയിൽ ഈ ഒരു ട്രെൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു ഫിബൊനാച്ചി റൂൾ അപ്ലൈ ചെയ്യുകയാണ്. ആൻഡ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു 0.23 എന്ന് പറയുന്ന ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ലെവലിലേക്ക് തന്നെ പ്രൈസ് ഒരു റീടെസ്റ്റ് എടുക്കുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വരുന്നത് ഈ 0.38 എന്ന് പറയുന്ന ഈ ഒരു ലെവലായിരിക്കും. ഈ ഒരു ഗോൾഡൻ ഏരിയയുടെ ഫസ്റ്റ് ലൈനായിരിക്കും. അതായത് 19,543 എന്ന് പറയുന്ന ഒരു പ്രൈസ് ആയിരിക്കും നമ്മുടെ അടുത്ത ടാർഗറ്റ് ആയിട്ട് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ ഇന്ന് ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു 19,000 എന്ന് പറയുന്ന ലെവലിലേക്കുള്ള ഒരു ഇറങ്ങി വരവ് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു 19,000 എന്ന് പറയുന്ന ലെവൽ തന്നെയാണ്.
ആൻഡ് 0.5 ഫിബൊനാച്ചി ലെവൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളൊരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ 300 പീരീഡ് വീക്ക്ലി മൂവിംഗ് ആവറേജ് വെച്ചുകൊണ്ട് നമ്മളൊരു ടാർഗറ്റായിട്ട് പറഞ്ഞിട്ടുള്ള 17,000 എന്ന് പറയുന്ന ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഏരിയയിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 17K എന്ന് പറയുന്ന ഒരു ലെവലിലേക്കുള്ള പ്രൈസിൻ്റെ ഇറങ്ങി വരവ് നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ ഒരു അസെൻഡിങ് ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ കിട്ടുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോകുന്നത്. ആൻഡ് ഇവിടെ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അത് കാണാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ഈ രീതിയിൽ ഈ ഒരു ലെവലിലേക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഇറങ്ങി വരും എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോ ആ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 19,000 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചാണ്. 19,800 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ആയിരിക്കും ഈ ഒരു അസെൻഡിങ് ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ വെച്ചുകൊണ്ട് പ്രൈസ് ഇറങ്ങി വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീക്ക്ലി ടൈം ഫ്രെയിമിലും അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലും ഈ ഒരു അസെൻഡിങ് ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു 19,000 എന്ന് പറയുന്ന ആ ഒരു ലെവൽ ഒരു ടാർഗറ്റ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു ലെവലാണ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചുകൂടെ വിശദമായിട്ട് കാര്യങ്ങൾ നോക്കാം. ഈ 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് കൃത്യമായിട്ട് ഇംബാലൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു ഏരിയ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇംബാലൻസ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസിന് നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പ്രൈസ് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എത്തിയപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ വീണ്ടും ഇവിടേക്ക് എത്തിയപ്പോൾ പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് അവിടേക്ക് ഒരു റീടെസ്റ്റ് നടത്തി നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. സോ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ട്രെൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ താഴേക്കുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഈ CPR ലെവലിന് താഴേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. ദെൻ ആ ഒരു CPR ലെവലിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ റീടെസ്റ്റ് നടത്തിയതിന് ശേഷം പ്രൈസ് പോകാൻ സാധ്യതയുള്ള ഒരു പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 19,000 എന്ന് പറയുന്ന ഈ CPR ലെവലിലെ മന്ത്ലി S1 ആയിട്ടുള്ള ഈ 19,813 എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ടാർഗറ്റ് ആയിട്ട് വയ്ക്കാവുന്ന, ഞാൻ പേഴ്സണലി ഒരു ടാർഗറ്റ് ആയിട്ട് കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 19,813 എന്ന് പറയുന്ന ഒരു ലെവലാണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ടാർഗറ്റ് എത്രയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടിൽ ദ എൻഡ്. സോ വേഗം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹൈറക്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ടീം ലീഡേഴ്സുമായിട്ടും HR മാനേജേഴ്സുമായിട്ടും ഒക്കെ നേരിട്ട് ചാറ്റ് ചെയ്യാനും ജോലി കണ്ടെത്താനും ഹൈറക്റ്റിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഒരു മിഡിൽമെൻ്റെ സഹായമില്ലാതെ ഇഷ്ടപ്പെട്ട ജോലി കണ്ടെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. സോ ഹൈറക്റ്റ് എന്നാൽ ഡയറക്റ്റ് ആണ്.